കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ വീഴ്ച സംബന്ധിച്ച് കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ മഴക്കാല പൂർവ്വ ശുചീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കൊച്ചിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നില്ല എന്നത് തെറ്റായ ആരോപണമാണെന്നും മേയർ 24-നോട് പറഞ്ഞു. PNT കോളനിയിലെ ചോർച്ചയിൽ വിശദമായ പരിശോധന നടത്തുമെന്നും മേയർ വ്യക്തമാക്കി. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് മേയർ പറയുന്നത്? വിഷ്ണു സുരേഷിലേക്ക് വരാം, വിവരങ്ങൾ നൽകും അല്പസമയത്തിനകം. മേയർ അനിൽകുമാറിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം പൂർണ്ണതോതിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സ്വയം വിമർശനപരമായി എടുക്കുന്നു എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. വെള്ളക്കെട്ടിൽ വീഴ്ച സംബന്ധിച്ചിരിക്കുകയാണ് കോർപ്പറേഷൻ മേയർ. അതേസമയം PNT കോളനിയിലെ ചോർച്ചയിൽ വിശദമായ പരിശോധന നടത്തുമെന്നും മേയർ പറഞ്ഞു. ഇതിനു മുൻപ് അവർ താമസിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്നും മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ PNT കോളനിയിൽ താമസിക്കുന്നവർ ഉള്ളത് എന്നും വലിയ പ്രതിസന്ധി അവർ നേരിടുന്നു എന്നത് മാധ്യമ സൃഷ്ടിയാണെന്നൊക്കെയാണ് അനിൽകുമാർ അല്പം മുൻപ് പ്രതികരിച്ചത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് മേയർ പറഞ്ഞത്? വേണു, കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ട്, അത് ഒരു വസ്തുതയാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധിയായി അദ്ദേഹം പറയുന്നത് ഈ പെട്ടെന്നുണ്ടായ മേഘവിസ്ഫോടനവും അതേ തുടർന്നുണ്ടായ മഴയുമാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല എന്നുള്ളത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, പക്ഷേ അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയെ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനമായും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു. ഉദ്യോഗസ്ഥരുമായി തങ്ങൾക്ക് ഇരിക്കുന്നതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അതാണ് ആ പ്രതിസന്ധിക്ക് കാരണം എന്ന് മേയർ വ്യക്തമാക്കി. ഒപ്പം മറ്റൊരു വിഷയം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഉയർന്നു വന്നത് ഈ PNT കോളനിയിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാന സർക്കാരും കൊച്ചിൻ കോർപ്പറേഷനും GCDയും എല്ലാം വലിയ അഭിമാനത്തോടുകൂടി മുന്നോട്ട് വെച്ചൊരു പദ്ധതിയാണ്. അവിടെയാണ് ആ മേൽക്കൂരകൾ ചോർന്നൊലിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ആ വിഷയത്തിൽ GCD ആണ് അതിന്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത്. കോർപ്പറേഷൻ അതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കോർപ്പറേഷന് കാര്യമായ ഇടപെടൽ നടത്താനായിട്ടില്ല. പക്ഷേ അദ്ദേഹം വ്യക്തമാക്കിയത് GCD ചെയർമാനുമായി സംസാരിച്ചിട്ടുണ്ട്, MLAയുമായി സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വിശദമായ ഒരു പരിശോധന ഉണ്ടാകും. എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് പരിശോധിക്കും. ഒപ്പം ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് കൊച്ചി കോർപ്പറേഷൻ മേയർ വ്യക്തമാക്കുന്നു. ഒപ്പം അദ്ദേഹം ഒരു പരിഭവമായി പറഞ്ഞത് കൊച്ചി ഈ കളമശ്ശേരി തൃക്കാക്കര നഗരസഭകളിലെ വെള്ളക്കെട്ട്, ഇൻഫോ പാർക്കിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് കൊച്ചി നഗരസഭയുമായി ബന്ധിപ്പിക്കേണ്ടതില്ല, അത് മറ്റൊരു മേഖലയാണെന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ച ഒരു പരിഭവമായാണ് പറഞ്ഞത്. ഇന്നലെ പോലും മാധ്യമ പ്രശ്നമായി അതെടുക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ ബ്രേക്ക് ത്രൂ പോലുള്ള പദ്ധതികൾ നഗരമേഖലകളിൽ ഗുണം ചെയ്തു. MG റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറാതിരിക്കാനുള്ള പ്രധാന കാരണം ബ്രേക്ക് ത്രൂ പോലുള്ള പദ്ധതികളാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ കൊച്ചിയിൽ മഴ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ കയറിയ അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് നഗരപ്രദേശങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ മഴയുടെ കാഠിന്യം ഇനിയും വർദ്ധിച്ചാൽ നഗരമേഖലകളിൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി രൂപപ്പെടുമെന്നാണ് മനസ്സിലാവുന്നത്. വേണു, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.